എന്റെ ഡ്രസ് ഒന്നും കഴിയേണ്ട കാര്യമില്ലായിരുന്നു കേട്ടോ. ഒരു ആവശ്യമില്ല നമ്മ കഴിയത്. എന്റെ ഡ്രസ് ഒന്നും കഴിയേണ്ട ആവശ്യമില്ലായിരുന്നു. എന്തിനും ആവശ്യമില്ല ചുമ്മാ ആവശ്യമില്ല കഴിയത്. ഇത് ആർക്കും ആവശ്യമില്ലാത്തായിരുന്നു. നേരത്തെ പറയണ്ടായിരുന്നു. ഇല്ലല്ല ആവശ്യമില്ല കഴിയണ്ടില്ല. എന്റെ ചെക്ക് ഷർട്ട് മതിലും കിടന്നു പോയി. കുട്ടാമലാരോ മോനെ. അമ്മ നിങ്ങൾ എവിടെയാ? എന്താ നമ്മളിത് എവിടെയോ ഉണ്ട്. സ്ഥലം പറയുന്ന ഒരു പിടിയില്ലെന്നേ. ഏതോ വിചാരായ സ്ഥലം. നടന്ന ശബ്ദം ശബ്ദോ മയിലെന്ന് പറ. കുറുക്കനാ. ഓ അച്ഛനായിരുന്നു. ഇവരെ കണ്ണ് മശവായിരുന്നു. ഡോക്ടർ പറഞ്ഞില്ലേ നിന്നെ പോലെ തന്നെ. അല്ല അപ്പൊ 2 വർഷമായിട്ട് അച്ഛൻ കണ്ടിട്ടേ ഇല്ല. മശവായിരുന്നു. അങ്ങനെ കണ്ടതേ ഉള്ളൂ. ഓറാവല്ലേ. ഇതെന്തോന്ന് ഈ വടിയും കണ്ണടയൊക്കെ? കണ്ണാടി കണ്ണാടി വെച്ചാ ഇനിയിപ്പോ നാട്ടുകാര് കണ്ണാടി പോലും വിളിക്കല്ലോ. എനിക്ക് 2 തന്നാൽ താങ്കൾക്ക് സമാധാനം കിട്ടുമെന്നുണ്ടെങ്കിൽ 2 തന്നോളൂ. എന്തോന്ന്? അല്ലെങ്കിൽ വേണ്ട. കുറച്ച് ഓവറായി പോവില്ലേ? ഞാൻ പോകും. നീ പോണോടാ? പൊന്നു ജോയലെ, ഞാനിപ്പോ വേറെ മൂഡിലാണ്. ഞാൻ പോണു. നിന്നെ ഞാൻ എടുത്തോളാടാ. എടുത്തോണ്ട് പോകുമ്പോഴേ 2 മുട്ടായും കൂടെ മേടിച്ചേരാൻ മറക്കല്ലേ. എന്താ പ്രശ്നം? എന്തുവാ? എന്തോന്ന് കേശു ഇത്? വളർന്ന് കല്യാണം കഴിക്കാറായി, എന്നിട്ടും പണ്ടത്തെ പോലെ തന്നെ. നല്ല ഒത്ത തടി. പണ്ടത്തെ പോലെ ചെവകനാക്കി 2 തട്ടാടേ. എന്തിനി? ചുമ്മാ കണ്ടപ്പോ ഒരു കൂടി. എന്നാ 4 കൊടുക്കും. എന്നിട്ട് 2 ആക്കണം. അവന് 2 പഞ്ഞി കൊടുത്ത് മൂക്കി കെട്ടിട്ട് മാലയും കൊടുത്തതാ. ഉള്ളവന്റെ എന്ത് പിടിച്ചു പറിച്ച് ഇല്ലാത്തവന് കൊടുക്കുക. പിടിച്ചു പറയുന്ന മോഷണമല്ല, കൈയകച്ച് പാവങ്ങളെ സഹായിക്കും. പറിച്ചു പിടി, അത്രേ ഉള്ളൂ. ഇത് സ്വന്തം വീട്ടിൽ പ്രാവർത്തികമാക്കിയ അങ്ങനെ ഒരു കൊച്ചുണ്ണിയെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതാണ് എന്റെ ഗതികേട്. അന്ന് വലിച്ചു കെട്ടടാ, അല്ലെങ്കിൽ 2 കാറ്റടിക്കുമ്പോ പറന്നു. കെട്ടിക്കൊണ്ടിരിക്കില്ലേ ഇവിടെ? എന്റെ അമ്മയുടെ അമ്മയുടെ ഫോട്ടോസ് കൂടെ വേണമായിരുന്നു. എന്നാ പിന്നെ എന്റെ അച്ഛന്റെയും നമ്മുടെ അപ്പൂപ്പിന്റെയും അമ്മൂമ്മയുടെയും ശങ്കരപ്പൂപ്പിന്റെയും കല്ലുവിന്റെയും പാറിന്റെയും എല്ലാവരും നിരത്തി വെക്കാം. ഫാമിലി ഫോട്ടോ അല്ലേ? ഇനി അകത്തോ ഈ ബാഗ് കൊടുത്ത് ഗൗരീനെ വിളിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോനാണ് പരിപാടിയെങ്കിൽ പറഞ്ഞില്ലാന്ന് വേണ്ട. അയ്യയ്യേ ശ്രീകുട്ടൻ കിട്ടിയ അവസരത്തിലൊക്കെ ചാടാൻ വിചാരിച്ച് നടന്നില്ല, ചമ്മിപ്പോയി. കണ്ടുവിടാ മീശ പൊക്കിച്ചിട്ട് പരിപാടി കണ്ടുവിടാ. ഞാൻ കാരണം ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കി. അതുകൊണ്ട് നീ ഞാൻ റൂമിൽ പോയിരിക്കാൻ പോവാ. വേറെ എന്ത് ചെയ്യാനാ? എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ പത്തനംതിട്ട പോകണം. ഓക്കെ, സംഭവം എന്താണെന്നറിയോ? പത്തനംതിട്ടയിൽ ചെല്ലുമ്പോഴേ അവൻ വിചാരിക്കുമോ നമ്മൾ കാശിന് വേണ്ടി പോകണമെന്ന് വിചാരിക്കുമോ? ഇല്ല, ഇവിടുന്ന് പത്തനംതിട്ട വരെ ചായ കുടിക്കാൻ പോയെന്ന് വിചാരിക്കും അവര്.